നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ച് വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയാൽ കേരളത്തെ ഒന്നടങ്കം നടുക്കിയ ഒരു വാർത്തയായിരുന്നു തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വസ്തു ഒഴിപ്പിക്കലിനിടെ ഭാര്യയും ഭർത്താവും തീ പൊള്ളലേറ്റ് മരിച്ച സംഭവം. ഈ സംഭവം അക്ഷരാർത്ഥത്തിൽ മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്നതായിരുന്നു. അതിന് പിന്നാലെ ആ ദമ്പതികളുടെ മക്കൾ, അവരുടെ ഒരു പ്രതിഷേധം, അവരുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വിഷമത്തിൽ അവർ നടത്തിയ വാക്കുകൾ, അവരുടെ ആ ഒരു പോരാട്ടമൊക്കെ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ആ ഒരു സംഭവം നടന്ന സമയത്ത് കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തതും ആ കുട്ടികളെ ചേർത്തണച്ചതുമൊക്കെ നമുക്കിപ്പോഴും മറക്കാനാവില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ആ മകൻ വീണ്ടും ഒരു വേദനയോടെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് സർക്കാരിനെ വളരെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ പ്രത്യക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ദമ്പതികളുടെ മകൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ സംഭവത്തിലെ വിവാദ വസ്തുവിലെ കല്ലറകൾ പൊളിക്കുമെന്നാണ് മകൻ പറഞ്ഞിരിക്കുന്നത്. വസ്തു അയൽവാസിയായ വസന്തയുടേതെന്ന കോടതി വിധിക്ക് പിന്നാലെയാണ് മകൻ ഇത്തരത്തിലൊരു പ്രതിഷേധ നീക്കവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സർക്കാരിൽ നിന്നും നീതി കിട്ടിയില്ല എന്ന് ആ മകൻ എടുത്തു പറയുന്നുണ്ട്. മകൻ രഞ്ജിത്ത് ബാങ്ക് രേഖകളും വസ്തുവിന്റെ രേഖകളും കത്തിക്കുകയും ചെയ്തു. കത്തിച്ച് മകന്റെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അതിയന്നൂർ സ്വദേശി രാജന്റെയും അമ്പിളിയുടെയും മൃതദേഹം മറവു ചെയ്യാൻ മകൻ രഞ്ജിത്ത് കുഴിയെടുക്കുന്ന ഒരു ദൃശ്യം അന്ന് കേരളമാകെ ചർച്ച ചെയ്തതാണ്. വലിയ രീതിയിലാണ് ആ ഒരു ചിത്രം നമ്മുടെ മനസാക്ഷിയൊക്കെ പിടിച്ചു ഉലച്ചത്. ഇപ്പോൾ ഇതാ അവർക്ക് ഇതുവരെയും ഒരു നീതി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവർ നീതിക്കായിട്ട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഒരു സംഭവം ഉണ്ടാകുന്നു, ആ സമയത്ത് ലൈംലൈറ്റിൽ ആ സംഭവം തെളിഞ്ഞു നിൽക്കുന്നു, അപ്പോൾ ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു, പലരും ചേർത്തണയ്ക്കുന്നു. പിന്നീട് ആ മറ്റൊരു സംഭവം അതിന് പകരമായിട്ട് വരുമ്പോൾ ആ ഒരു സംഭവത്തിന് പിന്നാലെ പോകുന്നു. പിന്നെ ആദ്യത്തെ സംഭവം പലരും മറക്കുന്നു. ഇതൊരു സാധാരണയായ പ്രവണത തന്നെയാണ്. ഇപ്പോൾ ഇത്രയും കാലമായിട്ടും അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവരെ മറന്നു. അതായത് ഇപ്പോൾ മാധ്യമങ്ങൾ മറക്കാം, അതുപോലെ തന്നെ കേരള ജനത മറക്കാം, പക്ഷേ സർക്കാർ മറക്കുന്നത് അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ മകൻ ഉന്നയിച്ചത്. 2020 ഡിസംബർ 28-നായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി സർക്കാർ അനുവദിച്ച ഭൂമിയിലായിരുന്നു തർക്കം. അയൽവാസി വസന്ത ഭൂമിയിൽ ഉടമസ്ഥാവകാശവുമായി കോടതിയിൽ നിന്നും അനുകൂല വിധി വാങ്ങി. ഒഴിപ്പിക്കൽ നടപടിക്കിടെ രാജനും അമ്പിളിയും തലയിൽ കൂടി മണ്ണെണ്ണ ഒഴിച്ച് പ്രതിഷേധിച്ചു. പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അബദ്ധത്തിൽ തീ പടർന്ന് രാജനും അമ്പിളിയും മരിച്ചത്. പിന്നാലെ സർക്കാർ സഹായധനം ഉൾപ്പെടെ അനുവദിച്ചതാണ്. വിവാദ ഭൂമിയിൽ തന്നെയാണ് രാജന്റെ മക്കൾ ഇത്രയും കാലം കഴിഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര കോടതിയിൽ നിന്നും വീണ്ടും വസ്തു വസന്തയുടേത് തന്നെയെന്ന വിധി വന്നു. ഇതോടെയാണ് മകൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നെയ്യാറ്റിൻകരയിൽ തെളിഞ്ഞത് സർക്കാരില്ലായ്മയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ പ്രതികരിച്ചതാണ്. വിഷയത്തിൽ സർക്കാർ ഇടപെട്ട് ഉന്നത കോടതികളെ സമീപിക്കുന്നത് സംബന്ധിച്ച് ആലോചന നടത്തുന്നുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും സർക്കാർ തങ്ങൾക്ക് നീതി നൽകിയില്ല, അല്ലെങ്കിൽ അവർക്ക് നീതി ഒരുക്കി കൊടുത്തില്ല എന്ന ഒരു ആരോപണം ആ മക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. വിവാദ വസ്തുവിലെ മാതാപിതാക്കളുടെ കല്ലറ തകർത്താണ് മകൻ രഞ്ജിത്ത് രാജ് കഴിഞ്ഞ ദിവസം പ്രതിഷേധം അറിയിച്ചത്. സർക്കാർ പ്രഖ്യാപിച്ച സഹായധനം കിട്ടിയില്ല എന്നും രഞ്ജിത്ത് രാജ് പറയുന്നു. വസ്തു അയൽവാസിയുടേത് നെയ്യാറ്റിൻകര കോടതിയുടെ വിധിക്ക് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം വന്നിരിക്കുന്നത്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ എതിർവശത്ത് നിൽക്കുന്ന വസന്ത, അവർക്ക് പറയാനുള്ള കാര്യങ്ങളുമായി അവർ രംഗത്ത് വന്നിരുന്നു. 2 മരണങ്ങൾ നടന്നതിനെ തുടർന്ന് രാജന്റെ കുടുംബത്തിനെതിരായ കേസിൽ മുന്നോട്ട് പോകില്ല എന്നതടക്കമുള്ള പ്രതികരണം വസന്ത നടത്തിയിരുന്നു. നിയമപരമായി എല്ലാ രേഖകളുമുള്ള ഭൂമി 16 കൊല്ലം മുമ്പ് താൻ വാങ്ങിയതാണ്. പട്ടയമടക്കമുള്ള രേഖകൾ ഉള്ളതുകൊണ്ടാണ് തനിക്ക് അനുകൂലമായ വിധി വന്നതെന്നും ഇപ്പോൾ 2 പേർ മരിച്ച സാഹചര്യത്തിൽ തന്റെ മക്കളുമായി സംസാരിച്ചെന്നും കേസിൽ മുന്നോട്ട് പോകില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണം നേരത്തെ തന്നെ പരാതിക്കാരി വസന്ത മാധ്യമങ്ങളോട് നടത്തിയിരുന്നു. മാത്രമല്ല, ഇപ്പോൾ തർക്കത്തിലിരിക്കുന്ന ഭൂമി രാജന്റെ മക്കൾക്ക് കൈമാറാം എന്നതടക്കമുള്ള ഒരു ഉറപ്പ് വസന്ത നൽകിയിരുന്നു. എന്നാൽ ഈ ദമ്പതികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റയാണ് ഉത്തരവിട്ടിരുന്നത്. റൂറൽ SP ആയിരുന്നു സംഭവം അന്വേഷിച്ചത്. ഭൂമി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവ് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. സിവിൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമല്ല, പകരം ദമ്പതികളുടെ മരണത്തിൽ പോലീസിന് വീഴ്ച പറ്റിയോ എന്ന കാര്യമായിരുന്നു അന്വേഷിക്കാൻ അന്ന് നിർദ്ദേശിച്ചിരുന്നത്. ദമ്പതികളുടെ മോശമായി പോലീസ് പെരുമാറിയോ എന്നതടക്കം
അന്വേഷണ പരിധിയിലുണ്ടായിരുന്നു. പോലീസ് ഒഴിപ്പിക്കാനെത്തിയപ്പോൾ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് നെയ്യാറ്റിൻകര സ്വദേശി രാജനും ഭാര്യ അമ്പിളിയും ലൈറ്റർ എടുത്ത് കയ്യിൽ പിടിച്ച് കത്തിച്ചപ്പോൾ അത് മാറ്റാൻ പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ നല്ല ഉദ്ദേശത്തോടെ രാജന്റെ കയ്യിൽ നിന്ന് ലൈറ്റർ തട്ടിമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ തീ ആളിപ്പിടിച്ചാണ് ഇവർ രണ്ടുപേരും മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ 3 സെന്റ് ഭൂമി ഒഴിപ്പിക്കുന്നത് പോലെയുള്ള ഇത്തരം ചെറിയ കേസുകൾ സംയമനത്തോടെയും സഹാനുഭൂതിയോടെയും പോലീസ് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നുവെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ വിമർശിച്ചിരുന്നു. പോലീസും വീട് ഒഴിപ്പിക്കാൻ ഹർജി നൽകിയ അയൽക്കാരും തമ്മിൽ ഒത്തുകളിച്ചു എന്നതടക്കമുള്ള ആരോപണം രാജന്റെ മക്കൾ അന്ന് ആരോപിച്ചിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ മണിക്കൂറുകൾക്കകം വരുമെന്നറിഞ്ഞ് പോലീസ് ഒഴിപ്പിക്കാൻ നോക്കിയെന്ന ഗുരുതരമായ ആരോപണം രാജന്റെ മക്കൾ ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് തേടുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, നെയ്യാറ്റിൻകരയിലെ തർക്കഭൂമി ബോബി ചെമ്മണ്ണൂരിന് വിൽപ്പന നടത്താൻ ധാരണയായത് നിയമപ്രകാരമാണെന്ന് സംഭവത്തിലെ പരാതിക്കാരി വസന്ത വ്യക്തമാക്കിയതും ശ്രദ്ധേയം. തർക്കമുള്ള ഭൂമിക്ക് പട്ടയമുണ്ട്. അത് സുകുമാരൻ നായർ എന്ന വ്യക്തിയുടെ പേരിലാണുള്ളത്. കോളനി നിയമപ്രകാരം ഒരാൾക്ക് പട്ടയം കൊടുക്കുമ്പോൾ ആദ്യ ഉടമയുടെ പേരിലാണ് കൊടുക്കുക. എന്നാൽ പട്ടയം ആർക്ക് വേണമെങ്കിലും ക്രയവിക്രയം ചെയ്യാമെന്ന വ്യവസ്ഥയുണ്ട്. അങ്ങനെയാണ് സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം തനിക്ക് കിട്ടിയത് എന്ന് വസന്ത വ്യക്തമാക്കിയിരുന്നു. സുകുമാരൻ നായർ എന്നയാളുടെ പേരിലായിരുന്നു പിന്നീട് അത് സുഗന്ധി എന്ന വ്യക്തി വാങ്ങിയത്. സുഗന്ധിയുടെ മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി സുഗന്ധിക്ക് താൻ പണം നൽകിയെന്നും സ്ഥലം തന്റെ പേരിലായെന്നും കഴിഞ്ഞ 15 വർഷമായി തണ്ടപ്പേരും പോക്കുവരവും നികുതിയും എല്ലാം തന്റെ പേരിലാണെന്നും എല്ലാ രേഖകളും തന്റെ പക്കലുണ്ടെന്നും വില്ലേജ് ഓഫീസിൽ പോയി പരിശോധിച്ചാൽ അറിയാമെന്നും ശരിയായ രേഖകൾ വെച്ചാണ് സ്ഥലം ബോബി ചെമ്മണ്ണൂരിന് വിറ്റതെന്നും അടക്കമുള്ള കാര്യങ്ങളൊക്കെ വസന്ത ഇത്തരത്തിൽ പ്രതികരിച്ചിരുന്നു. കോളനിയിൽ മദ്യവും കഞ്ചാവും എല്ലാം കൂട്ടുകച്ചവടമാണ്. താൻ അതിനെതിരാണ്. പലതവണ പോലീസിനെ വിവരം അറിയിച്ചു. ഇതിന്റെ പേരിൽ കോളനിക്കാർക്ക് തന്നോട് ശത്രുതയാണ്. തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണമെന്നാണ് കോളനിക്കാരുടെ ഉദ്ദേശം. അതിനുവേണ്ടി പലതരത്തിൽ തന്നെ ദ്രോഹിച്ചു. വീടിന് കല്ലെറിഞ്ഞു, പടക്കം പൊട്ടിച്ചു. ഉപദ്രവം സഹിക്കാൻ വയ്യാതെയാണ് പോലീസിനെ വിവരം അറിയിച്ചത്. DGPയെ വരെ കണ്ടു. എവിടെ നിന്ന് നീതി കിട്ടിയില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണം വസന്തയും നടത്തിയിട്ടുണ്ട്. കോളനിക്കാർ തന്റെ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നുവെന്നും 9.5 സെന്റ് സ്ഥലമാണ് ഇവിടെയുള്ളതെന്നും പുറമ്പോക്ക് വസ്തുവാണെന്ന് കാണിക്കാനാണ് രാജനും കോളനിക്കാരും ശ്രമിച്ചതെന്നും ഇതിനെതിരെയാണ് തന്റെ പോരാട്ടം എന്നതടക്കമുള്ള നിർണായക വെളിപ്പെടുത്തലുകളും പ്രതികരണവുമാണ് വസന്തയുടെ ഭാഗത്തു നിന്ന് നേരത്തെ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, അന്ന് ഈ നെയ്യാറ്റിൻകരയിലെ തർക്കഭൂമി ബോബി ചെമ്മണ്ണൂർ വാങ്ങി നൽകാമെന്ന വാഗ്ദാനം രാജൻ അമ്പിളി ദമ്പതികളുടെ മക്കൾ നിരസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഭൂമിയിൽ വസന്തയ്ക്ക് അവകാശമില്ല. ഈ ഭൂമി തങ്ങൾക്കാണ് നൽകേണ്ടത്, സർക്കാരാണ്. വിവരാവകാശ പ്രകാരമുള്ള രേഖയിൽ വസന്തയ്ക്ക് പട്ടയമില്ല. പിന്നെ എങ്ങനെയാണ് ഭൂമി അവർക്ക് വിൽക്കാനാവുന്നത് എന്നായിരുന്നു മക്കളായ രാഹുലും രഞ്ജിത്തും അന്ന് ചോദിച്ചത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ ദമ്പതികളുടെ മകൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. സർക്കാരിനെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം. അതായത് രേഖകൾ കത്തിക്കുന്നു, പണം വേണ്ട എന്നതടക്കമുള്ള ഒരു പ്രതികരണം നടത്തുന്നു. ഇനി എന്താണ് സർക്കാർ ഇവരൊരു വിഷയത്തിൽ ഇടപെടുന്നത്, സർക്കാർ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.